ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവുപോലെ PHIC 107 ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന നിങ്ങളുടെ പേപ്പറിൽ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. അറിയാം, നമ്മുടെ ഇഗ്നുവിന്റെ ക്ലാസ്സുകളിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വരെ ഒരു സെക്കൻഡ് ചാപ്റ്ററോളം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത് യൂണിറ്റ് 3 എവല്യൂഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സുൽത്താൻ, നൊബിലിറ്റി ആൻഡ് ഉലാമ. ആ ഒരു ചാപ്റ്ററിലെ 5 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ കഴിയുന്ന എളുപ്പത്തിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. അപ്പം മാക്സിമം നിങ്ങളുടെ എഫോർട്ട് എടുത്ത് നിങ്ങൾ പഠിക്കുക. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന മാക്സിമം നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നുണ്ട്. അപ്പോൾ വൈകിപ്പിക്കേണ്ട, ക്ലാസ്സിലോട്ട് പോവാം. ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു പോർഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് നമ്മളെ മുമ്പുള്ള, അതായത് പ്രീ ഹിസ്റ്റോറി പീരീഡ് പോലെ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു വന്നു. അതുപോലെയുള്ള സുൽത്താനേറ്റ് പീരീഡും അതുമായിട്ട് ബന്ധപ്പെട്ട നൊബിലിറ്റി, അതുപോലെ തന്നെ ഉലമ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അതില് മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻ ആണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അതിന്റെ ആ ഒരു രീതിയിൽ തന്നെ ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക. ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് വൈകിപ്പിക്കേണ്ട, ക്ലാസ്സിലോട്ട് നോക്കാം. നമുക്ക് ഇതിൽ ആദ്യമായിട്ട് നോക്കാനായിട്ടുള്ളത് ഇവിടെ പറയുന്നുണ്ട് സുൽത്താൻ. എന്താണ് ദ സുൽത്താൻ? നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതില് 74 പേജ് നമ്പർ 74 നമുക്ക് കാണാൻ കഴിയും. സുൽത്താൻ എന്ന് പറയുന്ന ഒരു വലിയൊരു പാസേജ് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. പിന്നെ എന്താണ് ഉലമ? മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ഉലമ എന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, അദ്ദേഹത്തിന്റെ കുറിച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അങ്ങനെ ഒരു വളരെ കുറച്ച്, പിന്നെ എങ്ങനെയൊക്കെയാണ് അവിടുത്തെ നൊബിലിറ്റിയും കാര്യങ്ങൾ എങ്ങനെയായിരുന്നു അത് നമുക്ക് നോക്കാം. അങ്ങനെ ഒരു വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പൊ അതൊന്ന് എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് വൃത്തിക്ക് പഠിക്കുക. അപ്പൊ നമുക്ക് നോക്കാം. സുൽത്താൻ. In the early Islamic world, there was no sanction of the position of the Sultan. With the disintegration of the Caliphate, Sultan began to appear sense of power rule in independence over certain territory. ഇവിടെ പറയുന്നുണ്ട് സുൽത്താന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പീരീഡ്, അല്ലെങ്കിൽ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു പീരീഡാണ് നമ്മുടെ ഈ ഒരു ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ. സുൽത്താൻ എന്ന് പറയുന്ന ആ ഒരു പദവി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഖലീഫയ്ക്ക് ശേഷം നമുക്കറിയാം, ഖലീഫയുടെ സ്ഥാനമാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം അവിടെ വന്ന ഒരു പൊസിഷനാണ്, ഒരു പദവിയാണ് സുൽത്താൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സുൽത്താൻ എന്ന് പറയുന്ന പദവിക്ക് വളരെ എന്തുണ്ട്, പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പൊ പ്രാധാന്യം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഭരണകാര്യങ്ങളിലായാലും നിയമകാര്യങ്ങളിലായാലും ഒക്കെ സോവറിൻ എന്ന് പറയുമ്പോൾ പരമാധികാരം ഇവർക്ക് ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? പരമാധികാരം ഉണ്ടായിരുന്നു. അതവിടെ സെർട്ടൻ ടെറിട്ടറി. അപ്പൊ സെർട്ടൻ ടെറിട്ടറി എന്ന് പറയുന്ന നിശ്ചിത പ്രദേശത്ത് എന്ത് കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു അധികാരം ആർക്കുണ്ടായിരുന്നു? സുൽത്താന് ഉണ്ടായിരുന്നു. ദ ഡൽഹി സുൽത്താൻ could make civil and political regulations for public welfare, ഖുത്ബ ആൻഡ് സിക്ക. ഇവിടെ നിങ്ങൾ പഠിക്കാനുള്ള 2 കാര്യങ്ങളാണ് ഖുത്ബയും സിക്കയും. എന്താണ് ഖുത്ബ, എന്താണ് സിക്ക? എന്താണ് ഖുത്ബ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർമൽ സെർമണി, അല്ലെങ്കിൽ ഫോർമൽ സെർമൺ ഫോളോയിങ് ദ കൺക്രീഷൻ പ്രയർ ഫോർ ഫ്രൈഡേ. വെള്ളിയാഴ്ച ദിനങ്ങളിൽ നടത്തുന്ന ഒരു സാധാരണ ഒരു പ്രയറിനെയാണ് എന്ത് വിളിക്കുന്നത്? ഖുത്ബ എന്ന് വിളിക്കുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ഇതൊക്കെ 2 മാർക്കിന് ചോദിക്കാം. എന്താണ് ഖുത്ബ എന്ന് പറയുന്നത്? എന്താണ്? വെള്ളിയാഴ്ച ദിനങ്ങളിൽ അല്ലെങ്കിൽ ഫ്രൈഡേ ഡേയ്സിൽ നടക്കുന്ന ഒരു പ്രെയർ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയാണ് എന്ത് വിളിക്കുന്നത്? ഖുത്ബ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സിക്ക? സിക്ക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നുണ്ട് കോയിനേജ് വാസ് റൂൾ ഓഫ് എന്താണ് പ്രിഗോറ്റീവ് ഹിസ് നൈം ഇസ് ഇൻസ്ക്രിപ്റ്റഡ്. അതായത് ഒരു റൂളറിന്റെ നൈം എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസ്ക്രിപ്റ്റ് ചെയ്ത ഒരു ഭരണാധികാരിയുടെ നൈം, അദ്ദേഹത്തിന്റെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്? നാമകരണം ചെയ്തിട്ടുള്ള ആ കോയിനേജിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിക്ക. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. 2 കാര്യങ്ങൾ പഠിച്ചിരിക്കുക. എന്താണ് ഖുത്ബ, എന്താണ് സിക്ക? ഖുത്ബ എന്ന് പറയുന്നതാണ് ഫ്രൈഡേ ഡേയ്സിൽ നടക്കുന്ന നോർമലി ആയിട്ടുള്ള ഒരു പ്രേയേഴ്സിനെയാണ് എന്ത് വിളിച്ചത്? നമ്മുടെ ഖുത്ബ എന്ന് വിളിച്ചത്. സിക്ക എന്ന് പറയുന്നത് എന്തായിരിക്കാം? സിക്ക എന്ന് പറയുന്നത് ആ റൂളറിന്റെ എന്താണ്? ആ ഒരു നൈമിനെ നാമകരണം ചെയ്തിരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സിക്ക എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, സിക്കയും നമ്മുടെ ഖുത്ബയും. ഓക്കെ, ഇനി അവിടെ പറയുന്നുണ്ട് എന്താണ്? ത്രൂ ഇൻ മുസ്ലിം വേൾഡ് ലീഗലി ഖലീഫ വാസ് ദ സോവറിൻ പ്രാക്ടീസ് സുൽത്താൻ സുപ്രീം പവർ ആൻഡ് റൂൾഡ് ഓൾമോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഖലീഫ അതോറിറ്റി. നമുക്കറിയാം, നമ്മുടെ ഖലീഫയ്ക്ക് വളരെ മുസ്ലിം സമുദായത്തിൽ ഒരു വലിയ ഒരു ഭരണാധികാരിയായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഖലീഫ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? അല്ലെങ്കിൽ ആ ഒരു പദവിയിൽ ഇരിക്കുന്നവർക്ക് ഫുൾ എന്താണ്? പരമാധികാരം.
അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഒരു അധികാരം, ഒരു പവർ ഇവർക്ക് ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഖലീഫ അതോറിറ്റി ഓൾമോസ്റ്റ് ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രമായിട്ടൊക്കെയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്. എങ്ങനെയാണ്? സ്വതന്ത്രമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇവരുടെ പ്രവർത്തനം നടത്തിയിരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു ഇതിൽ സുൽത്താനെ കുറിച്ച് നോക്കുവാണെങ്കിൽ എന്തൊക്കെയാണ്? സുൽത്താൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? ഒരു വലിയൊരു പൊസിഷൻ അല്ലെ, സമൂഹത്തിൽ ഒരു വലിയ പൊസിഷൻ ഉണ്ടായിരുന്ന മേഖലയാണ് എന്ത് വിളിക്കുന്നത്? സുൽത്താൻ എന്ന് വിളിക്കുന്നത്. ഒരു സർട്ടൻ ടെറിട്ടറിക്കകത്ത് എന്തുണ്ട്? അതിനുള്ളിൽ അധികാരങ്ങള്, ഭരണകാര്യങ്ങള്, നിയമകാര്യങ്ങള് ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ്സ് അല്ലെങ്കിൽ അധികാരം ഉണ്ടായിരുന്ന പീപ്പിൾ ആണ്. അപ്പൊ ഹുത്ബയും സിക്കയും എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതും? ഹുത്ബ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫ്രൈഡേ ഡേയ്സിൽ അല്ലെ, നമ്മുടെ വെള്ളിയാഴ്ച ദിനങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനയാണ് എന്ത് വിളിക്കുന്നത്? ഹുത്ബ എന്ന്. സിക്ക എന്ന് പറയുന്നത് എന്തായിരിക്കാം? ആ ഭരണാധികാരികളുടെ കോയിനേജ് അല്ലെ, നാണയത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നൈം ഡിനോട്ട് ചെയ്തിരിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സിക്ക എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ അടുത്ത് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇജ്മ. ഇജ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമജ്ഞരായിട്ടുള്ള അവരുടെ അഭിപ്രായത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഒപ്പീനിയൻ ആണ്. ഇജ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്പീനിയൻ ഓഫ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ജസ്റ്റിസ്. ഒരു ഒൺ വേർഡ് അല്ലെങ്കിൽ ഒരു ഒൺ മാർക്കിനൊക്കെ ചോദിക്കാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ശ്രദ്ധിക്കുക, ഇജ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്പീനിയൻ ഓഫ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ജസ്റ്റിസ്. നിയമജ്ഞരുടെ അഭിപ്രായത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഇവിടെ ഇജ്മ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ നമ്മൾ കഴിഞ്ഞ ആ ഒരു പേജിൽ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ആ പേജിൽ തന്നെ പറയുന്നുണ്ട്, ഇവർക്ക് എക്സ്പെക്റ്റഡ് പീസ്, സെക്യൂരിറ്റി ആൻഡ് ജസ്റ്റിസ് അല്ലെ. ഇവിടെ ജനങ്ങൾക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമാധാനം. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ സുരക്ഷിതത്വം. അതുപോലെ ജസ്റ്റിസ്, നീതി. ഇതെല്ലാം നടപ്പിലാക്കിയത് ആരാണ്? സുൽത്താനാണ് അല്ലെ. ഇതെല്ലാം നടപ്പിലാക്കാൻ റൂൾസും റൈറ്റ്സും ഉള്ളത് ആർക്കായിരുന്നു? സുൽത്താനാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ ഇജ്മ എന്താണ്? ഒപ്പീനിയൻ ഓഫ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ജസ്റ്റിസ് അല്ലെ. ഒപ്പീനിയൻ ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റി ജസ്റ്റിസിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ ഇജ്മ എന്ന് വിളിക്കുന്നത്. ഇവിടെ അലാവുദ്ദീൻ വാസ് ദ സുൽത്താൻ സ്ട്രോങ് വിൽ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഷൻ. ഈ അലാവുദ്ദീൻ എന്ന് പറയുന്ന അറിയാമല്ലോ നമുക്ക്, മാർക്കറ്റ് റിഫോംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ഒരു ഭരണാധികാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണരീതി എങ്ങനെയായിരുന്നു? സ്ട്രോങ് ആയിരുന്നു. ഇവിടെ പറയുന്നുണ്ട് അതോറിറ്റി ഓഫ് ദ ഡിഫറൻസ് വിത്ത് ഉലാമ. ഉലാമ എന്ന് പറയുമ്പോൾ ആരാണെന്ന് അറിയാവോ? ഉലാമ എന്ന് പറയുന്നത് മുസ്ലിങ്ങളിലെ എന്താണ്? ജ്ഞാനികളുടെ കൂട്ടത്തെയാണ് എന്ത് വിളിച്ചിരുന്നത്? ഉലാമ. നമുക്കത് ഒരു വലിയൊരു പാസേജ് എടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് പോവാം. ഇവിടെ നോക്കിക്കേ, അലാവുദ്ദീൻ വാസ് ദ സുൽത്താൻ വാസ് സ്ട്രോങ് വിൽ എന്താണ്? ഹി ഡിസ്റ്റിങ്ക്ട്ലി അസർട്ട് ഹിസ് അതോറിറ്റി ഓവർ ദ ഡിഫറൻസ് വിത്ത് ഉലാമ. ഉലാമയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ അദ്ദേഹം തന്നെ അധികാരം എന്ത് ചെയ്തു? വ്യക്തമായിട്ട് ഉറപ്പിച്ചു. അപ്പൊ ചില ഉലാമകളുടെ എന്താണ് അഭിപ്രായങ്ങളുമായിട്ട് ചില ഭരണാധികാരികൾക്ക് യോജിച്ചു പോകാനായിട്ട് കഴിയാതെയായിട്ട് വന്നിട്ടുണ്ട്. മനസ്സിലാക്കുക, എന്താണ്? ചില ഭരണാധികാരികൾക്ക് എന്ത് ചെയ്യാൻ കഴിയാതെ വന്നു? ഈ ഉലാമ എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം സമുദായത്തിൽ ഉണ്ടാകുന്ന ജ്ഞാനികളുടെ കൂട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഉലാമ. അത് ഞാൻ കുറച്ച് നല്ല കാര്യമായിട്ട് നമുക്ക് വേറൊരു ഇതിൽ പഠിക്കാനുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് തരാത്തത്. ഓക്കെ, നമുക്കത് നോക്കാം. ഇവിടെ പറയുന്നത് എന്താണ്? ഉലാമമാരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ, അഭിപ്രായ വ്യത്യാസത്തില് അലാവുദ്ദീൻ ഖിൽജിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? ഇവിടെ അധികാരമൊക്കെ എന്ത് ചെയ്തു? അവരുമായിട്ട് ചേർന്ന് പോകാനായിട്ട് കഴിയാതെ വന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം, അദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ച് ശക്തമായി എന്ത് ചെയ്തു? അതിനെ എതിർക്കുകയും അദ്ദേഹത്തിന്റെ എന്താണ് അധീനത അല്ലെങ്കിൽ അധികാരമൊക്കെ വ്യക്തമായി ഉറപ്പിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ പറയുന്നുണ്ട് non-Muslims and extremely difficulty for any sultan ignore sentiments and interests non-Muslims. Alauddin rebuted Mughis Khan objections to uncertain terms. മുഗിസുദ്ദന്റെ എതിർപ്പുകളെ അലാവുദ്ദീൻ നിശ്ചിതമായപ്പോ അലാവുദ്ദീൻ എന്താണ്? മുഗിസുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുണ്ട്, ഒരു സുൽത്താൻ ഉണ്ട്. അദ്ദേഹത്തിന്റെ നയങ്ങളെ നമ്മുടെ അലാവുദ്ദീൻ അങ്ങോട്ട് എന്ത് ചെയ്തില്ല? ഡൈജസ്റ്റ് ആയില്ല. അപ്പോ ഈ മുഗിസുദ്ദീന്റെ അഭിപ്രായങ്ങളെ അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്തു? ശക്തമായി എതിർക്കുക ഉണ്ടായി. ഓക്കെ, ഇത്രയും നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ ശ്രദ്ധിച്ചിരിക്കുക. സുൽത്താനെ കുറിച്ചാണ് പഠിച്ചത്. സുൽത്താന്റെ കാര്യങ്ങൾ പറഞ്ഞു വന്ന ശേഷം നമ്മൾ ഇജ്മ നോക്കി. എന്താണ് ഇജ്മ എന്ന് പറഞ്ഞത്? അല്പമല്ല, ഒരു അത്യാവശ്യം ബോറിംഗ് ആയിട്ടുള്ള ഒരു പാഠമാണ്. പക്ഷെ ബോറായെന്ന് വിചാരിച്ച് നമുക്ക് പഠിക്കാതിരിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തു പോകുന്നത്. അപ്പൊ ഇജ്മ എന്താണെന്നും ഉലാമ എന്താണെന്നും ഖുത്ബ എന്താണെന്നും സിക്ക എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതണ്ടേ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇജ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒപ്പീനിയൻ ഓഫ് ദ മുസ്ലിം കമ്മ്യൂണിറ്റി ജസ്റ്റിസ് അല്ലെ. നിയമജ്ഞരായിട്ടുള്ളവരുടെ അഭിപ്രായത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഇജ്മ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു പോയി അലാവുദ്ദീൻ ഖിൽജി
അലാവുദ്ദീൻ ഖിൽജിക്ക് എന്താണ് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. പക്ഷേ ഉലാമമാരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങോട്ട് യോജിച്ചു പോകാൻ കഴിയാതെ വന്നതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്തത്, അതിൽ നിന്നൊക്കെ ശക്തമായി എതിർക്കുക, അദ്ദേഹത്തിന്റെ അധികാരം ഉറപ്പിക്കുകയാണ് ചെയ്തത്. വ്യതിചലിച്ചു പോയോ? ഇല്ല, ഉറപ്പിക്കുകയാണ് ചെയ്തത്. അടുത്ത് മുഹിസുദ്ദീൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ എതിർപ്പുകളെ അദ്ദേഹം എന്ത് ചെയ്തു, അലാവുദ്ദീൻ നിശിതമായി എന്ത് ചെയ്തു, വിമർശിച്ചു. അല്ലെങ്കിൽ അദ്ദേഹം അതിനെ എന്ത് ചെയ്തു, എതിർക്കുക വരെ ഉണ്ടായി മുഹിസുദ്ദീന്റെ കാര്യത്തില്. ഓക്കെ, ഇനി അടുത്ത് സിമിലർലി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, നമുക്കറിയാം മുഹമ്മദ് ബിൻ തുഗ്ലക്ക് നമ്മൾ ഓൾറെഡി ഒരുപാട് കാര്യങ്ങളിൽ പഠിച്ച വ്യക്തിയാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് possessed extremely original mind and was above influence and pressure and never put religion above politics. In spite of opposition of ഉലാമ, എല്ലാവർക്കും ഈ ഉലാമയുടെ അഭിപ്രായങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, യോജിച്ചു പോകാനായിട്ട് കഴിഞ്ഞില്ല. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്താണ്, അസാധാരണ ഒരു യഥാർത്ഥ മനസ്സ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്നാണ് പറഞ്ഞത്. അതായത് ഒരു എന്താണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് വേണ്ടി, ജനക്ഷേമത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന വ്യക്തിയാണ് നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം എങ്ങനെയാണ് എല്ലാ മതങ്ങളോടും സഹിഷ്ണുതയും കാര്യങ്ങളൊക്കെ കാണിച്ച വ്യക്തിയാണ്. സ്പൈറ്റ് ഓഫ് ദി ഓപ്പോസിഷൻ ഉലാമ എലൈറ്റ് Turkish nobility Muhammad Tughlaq opened highest offices talent irrespective birth. He appointed Aziz Kumar. അതേവിടെ എന്താണ് ചെയ്തിരുന്നത് നോക്കിക്കേ, അദ്ദേഹം കുറെ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, തന്റെ ഭരണത്തിൽ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോയിന്റ് ചെയ്ത ആരൊക്കെയാണ്? അസീസ് കുമാർ ആരാണ്? ദ ഡിസ്റ്റില്ലർ. ഫിറൂസ് ഹാജിം ദ ബാർബർ, അല്ലെ, മുടി മുറിക്കുന്ന ആളായിട്ട് ആരാണ്? ഫിറൂസ് ഹാജിം. പിന്നെ ലാദാ ബഗൻ എന്ന് പറയുന്നതാണ് ഗാർഡനർ. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ പൂന്തോട്ട സൂക്ഷിപ്പുകാരനെ പേരെന്താണ്? ലാദാ ബഖൻ. അടുത്തെന്താണ്? ഫോർ ദ ഹയസ്റ്റ് ഓഫീസേഴ്സ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ജോലിക്കാർ, അല്ലെങ്കിൽ ഓരോ തസ്തികയിൽ അദ്ദേഹം ഏർപ്പാടാക്കിയ ആൾക്കാരാണ്. അസീസ് കുമാർ ഹെഡ് ഓഫ് ദ ഓഫീസ് ഓഫ് ദ ഗവർണർ ഓഫ് മാൾവ വൈൽ പിറാമാലി വാസ് അപ്പോയിന്റ് ദിവാൻ ഓഫ് വിസ്വ. നോക്കിക്കേ, അസീസ് കുമാർ ആരായിരുന്നു? ഹെഡ് ഓഫ് ദ ഗവർണർ ഓഫ് മാൾവ. മാൾവയിലെ എന്താണ്? ഹെഡ് ഓഫ് ദ ഗവർണർ ആയിരുന്നു ഓഫീസിലെ, അല്ലെ. അടുത്ത് വൈൽ പിറാമാലി എന്ന് പറയുമ്പോൾ എന്താണ്? ദിവാനി വിസ്രത്തായിരുന്നു. ഓക്കെ, ഒരിക്കൽ കൂടെ ആ പോയിന്റ് നമുക്ക് നോക്കാം. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് proposed extremely original mind, was above influence and pressure and never put religion above politics in spite of opposition ulama. അവിടെ എന്ത് നടക്കുവാണ്? ഉലാമമാരുമായിട്ടുള്ള എന്ത് നടക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നടക്കുകയാണ്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഓപ്പൺ ഹയസ്റ്റ് ഓഫീസ് ടാലന്റ്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള എന്തുണ്ടായിരുന്നു? കുറച്ച് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിലാരാണ്? അസീസ് കുമാർ ഡിസ്റ്റില്ലർ ആയിട്ടുള്ളതും, പിന്നെ ഫിറൂസ് ഹജം ദ ബാർബർ, ലാദാ ബഹൻ എന്ന് പറയുന്ന ഗാർഡനർ ആയിട്ടുള്ള കുറെ ഓഫീസേഴ്സ് ഇദ്ദേഹത്തിന്റെ ഭരണത്തിൽ അദ്ദേഹത്തിനെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നു. ഓക്കെ, ക്ലിയർ? അടുത്തത് നോക്കിക്കേ, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. നോക്കിക്കേ, while discussing powers of Delhi Sultanate, Qureshi rightly put that sovereignty single man legal myth. ഒരൊറ്റ മനുഷ്യന്റെ പരമാധികാരം ഒരു നിയമപരമായിട്ട്, അല്ലെങ്കിൽ എന്താ ലീഗൽ മിത്ത് എന്ന് പറയുന്നത് എന്താണ്? നിയമപരമായ മിഥ്യയാണെന്ന് അദ്ദേഹം എന്ത് ചെയ്തു? വാദിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം ആഗ്രഹിച്ചു. എന്താണ് ഇവിടെ പറയുന്നത്? റൈറ്റ്ലി പുട്സ് ദാറ്റ് സോവറിനിറ്റി ഓൺ സിംഗിൾ മാൻ, അല്ലെ, ഒരൊറ്റ മനുഷ്യന്റെ പരമാധികാരം എന്ന് എന്താണ്? ലീഗൽ മിത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിയമപരമായിട്ടുള്ള ഒരു മിഥ്യയാണ്, നിയമപരമായിട്ടുള്ള കാര്യമാണെന്ന് അദ്ദേഹം വാദിക്കേണ്ടത്. നോ റൂളർ കുഡ് ഇഗ്നോർ പബ്ലിക് ഒപ്പീനിയൻ, പോപ്പുലർ പ്രൊട്ടസ്റ്റ്. Razia could secure her position. Sultan Delhi on account the popular support that received Delhi. No ruler could ignore public opinion, പോപ്പുലർ പ്രൊട്ടസ്റ്റ്. അതായത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഓരോരുത്തർ നിൽക്കാനുള്ളത്, അല്ലെ. ഭരണത്തിൽ എന്താണ്? ആർക്ക് വേണ്ടിയിട്ട്? ആരുടെ വെൽഫെയർ ആണ് നോക്കാനുള്ളത്? ജനങ്ങളുടെ വെൽഫെയർ ആണ് നോക്കാനുള്ളത്. റസിയ കുഡ് സെക്യൂർ ഹെർ പൊസിഷൻ സുൽത്താൻ ഡൽഹി ഓർ അക്കൗണ്ട് ദ പോപ്പുലർ സപ്പോർട്ട് റിസീവ്ഡ് ഡൽഹി. റസിയ എന്താ ചെയ്തത്? ഹെർ പൊസിഷൻ എന്താണ്? ഡൽഹിയിലെ അദ്ദേഹത്തിന് അവരുടെ ഒരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം ഡൽഹിയിൽ തന്നെ എന്ത് ചെയ്തു? കഴിവുറ്റ ഭരണാധികാരിയായിട്ട് റസിയ എന്ത് ചെയ്തു? നിലകൊണ്ടു. അങ്ങനെ 2-3 പേരുടെ കാര്യമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കിക്കേ, ഡൽഹി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഡൽഹി സുൽത്താനേറ്റ് പവർ ആയിട്ട് നിന്ന ഒരു സമയത്ത് സോവറിനിറ്റി സിംഗിൾ മെൻ ലീഗൽ മിത്ത്, അല്ലെ, സിംഗിൾ മെൻ ഒറ്റ യഥാർത്ഥ മനുഷ്യന്റെ ലീഗൽ മെത്തായിട്ടാണ് കണക്കാക്കുന്നത്. നോ റൂളർ കുഡ് ഇഗ്നോർ പബ്ലിക് ഒപ്പീനിയൻ. ആരാണോ പബ്ലിക് ഒപ്പീനിയന്റെ എന്താണ് മനുഷ്യന്റെ അഭിപ്രായങ്ങളെ ഇഗ്നോർ ചെയ്യുന്നത്? ഇഗ്നോർ എന്ന് പറഞ്ഞാൽ എന്താണ്? തള്ളിക്കളയുക, അല്ലെ. പോപ്പുലർ പ്രൊട്ടസ്റ്റ്. റസിയ കുഡ് സെക്യൂർ ഹെർ പൊസിഷൻ സുൽത്താൻ ഡൽഹി ഓൺ അക്കൗണ്ടും കാര്യങ്ങളായിട്ടൊക്കെ എവിടെ കഴിഞ്ഞു പോയി? റസിയ എവിടെയാണ്? ഡൽഹിയിലാണ്
കാര്യങ്ങള് അദ്ദേഹത്തിന്റെ അവരുടെ ഭരണ രീതികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയത്. ഓക്കെ, ഇത്രയാണ് അവിടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയത്. മുഹിസുദ്ദീന്റെ കാര്യം നോക്കി. അടുത്ത നമ്മുടെ ആരാണ് നോക്കിയത്? ഉലാമയുമായിട്ടുള്ള അലാവുദ്ദീൻ ഖിൽജിന്റെ ബന്ധം നോക്കി. ഇവിടെ പിന്നെ എന്താണ് ലീഗൽ മിത്ത് നോക്കി. ഇജ്മ എന്താണ് നോക്കി. അതുപോലെ ഹുദ്ബ എന്താണ്, സിക്ക എന്താണെന്ന് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പാസേജിൽ പഠിച്ച് വച്ചേക്കുക. ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതിന്റെ മീനിങ്ങും കാര്യങ്ങളും പറഞ്ഞ് പോകുന്നതാണ്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വസായിസ് ആൻഡ് മഹ്മൂദ് ആൻഡ് മുഹമ്മദ്. ഇവിടെ പറയുന്നുണ്ട് കുറെ ഐഡിയാസ് ഉണ്ട്. എങ്ങനത്തെ ഐഡിയാസ് എന്നാണ് പറയുന്നത്? നമ്മുടെ ജനങ്ങളുടെ എന്താണ്, ഹാർട്ട് ഓഫ് ദ കിങ് റിഫ്ലക്ട് ഗ്ലോറി ഓഫ്. ഒരു രാജാവിന്റെ ഹൃദയം എന്ന് പറയുന്നത് ദൈവദത്തമായിരിക്കണം. ഒരു രാജാവിന്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ഗ്ലോറി ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആ ഒരു ദൈവദത്തമായ കാര്യത്തിലാണ് ഒരു രാജാവിന്റെ ഹൃദയം എന്ത് ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. രണ്ടാമത് കിങ് എന്താണ്? ഹി മസ്റ്റ് ബിഹേവ് വിത്ത് സച്ച് വേ ഹിസ് വേർഡ്സ്, ഡീഡ്സ്, ഓർഡേഴ്സ് ആൻഡ് പേഴ്സണൽ ക്വാളിറ്റി, വിർച്യൂസ് ആൻഡ് പീപ്പിൾ ടു അക്കോർഡിംഗ് ആൻഡ് ശരീഅത്ത്. ശരീഅത്ത് അനുസരിച്ച്, ശരീഅത്ത് മുസ്ലിം സംമുദായത്തിലെ ഒരു സംഹിതയാണ്. ശരീഅത്ത് അനുസരിച്ച് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, അതുപോലെ അവരുടെ പേഴ്സണൽ ക്വാളിറ്റീസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യാനുള്ളത്, പ്രവർത്തിക്കാനായിട്ട് ഉള്ളത്. അതും എന്ത് ചെയ്തു ഇവിടെ പറയുന്നുണ്ട്. പിന്നെ റിലീജിയസ് മൈൻഡ് സെറ്റ്, എല്ലാ മതങ്ങളോടും ഒരു സഹിഷ്ണുത ഉണ്ടായിരിക്കണം. ഗോഡ് ഫിയറിംഗ് മെൻ അലോൺ ഷുഡ് ബി അപ്പോയിന്റഡ് ഹോസി ഒഫീഷ്യൽസ്, അമിറൽസ് ആൻഡ് ശരീഅത്ത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു 2 പോയിന്റെങ്കിലും എടുത്ത് പഠിച്ചു വെക്കുക. അതായത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഭരണാധികാരിയും നിലകൊള്ളേണ്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ദ ഹാർട്ട് ഓഫ് ദ കിങ്ങിന്റെ എന്താണ്, ദൈവദത്തമായിരിക്കണം. കിങ്ങിന്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? മനസ്സിൽ എന്താണ്, ദൈവദത്തമായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ്, ബോത്ത് റോയൽ ഡിഗ്നിറ്റി ഷുഡ് ബി മെയിൻറ്റെയിൻ ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ്, അല്ലെ? രാജകീയ അധികാരത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, പ്രവർത്തിക്കുക എന്ന് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നത്. അതിലൊരു 3 or 4 എങ്കിലും എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് അല്ല എങ്കിലും ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ. 305 നമ്മുടെ 83 കമ്പോസിഷൻ ഓഫ് ദ സുൽത്താൻ ഈച്ച് റൂളിംഗ് ക്ലാസ് നൊബിലിറ്റി. എന്താണ് ക്ലാസ്, നൊബിലിറ്റി കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പറയുന്നുണ്ട് എന്താണ്, അത് ടൈം ഓഫ് ഗോറിയൻ ഇൻവേഷൻ. നമുക്കറിയാം മുഹമ്മദ് ബിൻ ഗോറി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആക്രമണങ്ങളൊക്കെ അഴിച്ചുവിട്ടിട്ടുണ്ട്. മുഹമ്മദ് ഗോറി നോർത്ത് ഇന്ത്യ വാസ് ഡിവൈഡഡ് ഇൻടു നമ്പർ ഓഫ് പ്രിൻസിപ്പാലിറ്റീസ് ruled and raised and ranas and the village level hordes and should not borderline. അവിടെ ഒരു പാരഗ്രാഫിനകത്ത് നിങ്ങൾക്ക് വേണമെന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് മുഖദംസ് എന്ന് പറയുന്നത് എന്താണ്, വില്ലേജ് ഹെഡ്മാനെയാണ് എന്ത് വിളിക്കുന്നത്, മുഖദംസ് എന്ന് വിളിക്കുന്നത്. അത് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ഒരു 1 word ക്വസ്റ്റ്യൻ ആണ്. വില്ലേജ് ഹെഡ്മാനെ വിളിക്കുന്ന പേരാണ് മുഖദംസ് എന്നാണ് വിളിക്കുന്നത്. റാണാസ് എന്നും പറയുന്നത്, റൈസ് എന്നും പറയുന്ന ആരാണ്, ലോക്കൽ ചീഫ്സ് ആണ്. റാണാസ് എന്ന് പറയുന്നത്, റൈസ് എന്ന് പറയുന്നത് ലോക്കൽ ചീഫ്സ് ആണ്. ഓക്കെ, നമുക്ക് എന്താണെന്ന് നോക്കാം. ഹോറിയൻ ആക്രമണങ്ങൾ, ഹോറിയന്റെ ഇൻവാഷൻസ് തുടർന്ന് എന്താണ് ഉത്തരേന്ത്യയിൽ റായികളും റാണകളും, റായിസും റാണകളും അറിയാമല്ലോ, പ്രാദേശികമായിട്ടുള്ള തലവന്മാർ. അല്ലെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് ലോക്കൽ ചീഫ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രാദേശിക തലവന്മാർ, അല്ലെ? ഇവർ ഭരിച്ചിരുന്ന നിരവധി പ്രിൻസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, സ്ഥലങ്ങള്, അല്ലെ? പ്രിൻസിപ്പാലിറ്റീസ് വിഭജിച്ചിരുന്നു. ഗ്രാമതലത്തിൽ എന്താണ്, ഗ്രാമീണ പ്രഭുക്കന്മാരുടെ അതിർത്തികളും, അല്ലെ? ഗ്രാമതലത്തിൽ ആരാണ്, ഗ്രാമീണ തലവന്മാരുടെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രഭുക്കന്മാരുടെ അതിർത്തികളും, അതുപോലെ തന്നെ ഹോട്ടുകളും, മുഖധാമം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, വില്ലേജ് ഹെഡ്മാൻ, ഗ്രാമത്തലവൻ. ഇവരൊക്കെയായിരുന്നു എന്ത് ചെയ്തിരുന്നത്, 100 ഗ്രാമങ്ങളുടെ അല്ലെങ്കിൽ 100 വില്ലേജിന്റെ തലവന്മാരായിട്ട് എന്ത് ചെയ്തു, ഇവരെയൊക്കെ കാണാനായിട്ട് നമുക്ക് കഴിയും. അവിടെ വേറെ ഒന്നും അല്ല നിങ്ങൾ ചിന്തിക്കാനുള്ളത്. റാണാസും റായീസും എന്ന് പറയുന്നത് ലോക്കൽ ചീഫ്സ് ആണ്. റാണാസും റായീസും എന്ന് പറയുന്നത് ലോക്കൽ ചീഫ്സ് അല്ലെങ്കിൽ പ്രാദേശിക തലവന്മാര്. ഇവർ എന്ത് ചെയ്തു, ധാരാളം പ്രിൻസിപ്പാലിറ്റീസിൽ എന്ത് ചെയ്തു, ഭരണം നടത്തിയിരുന്നു. ഇവർ എവിടെയാണ് ഭരണം നടത്തിയിരുന്നത്, പ്രിൻസിപ്പാലിറ്റീസ് ഭരണം നടത്തിയിരുന്നു. ഈ ഗ്രാമതലത്തിൽ അല്ലെങ്കിൽ വില്ലേജില് ഗ്രാമീണ പ്രഭുക്കന്മാരുടെ അതിർത്തികള്, ഗ്രാമീണ പ്രഭുക്കന്മാരുടെ അതിർത്തികള് ഹോട്ടുകളും മുഖധാമങ്ങളും. മുഖധാമം എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രാമത്തലവൻ. ഹോട്ട് എന്ന് പറയുന്നത്, മുഖധാമം എന്ന് പറയുന്നത് എന്താണ്, ഗ്രാമത്തലവൻ, വില്ലേജ് ഹെഡ്മാനാണ് പറയുന്നത്. ഇവരെല്ലാം 100 ഗ്രാമങ്ങളുടെ അല്ലെങ്കിൽ 100 ഗ്രാമങ്ങളുടെ തലവനായി എന്ത് ചെയ്തു, ചൗധരിയെ കാണാനായിട്ട് നമുക്ക് കഴിയും. ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വയ്ക്കാം. Throughout the 13th century, Turkish armies furthered political and military control over India. My 14th century spread of Deccan. ഡെക്കാനിലും എന്ത് ചെയ്തു, ഇവിടെ പറയുന്നുണ്ട് 13th century 13ാം നൂറ്റാണ്ടായപ്പോ ഇവരുടെ ആർമീസ്, തുർക്കികളുടെ ആർമീസ് എന്ത് ചെയ്തു, പൊളിറ്റിക്കൽ പരമായിട്ടും
മിലിറ്ററി പരമായിട്ടും അവരുടെ ആധിപത്യം എവിടെ സ്ഥാപിച്ചു? ഡെക്കാനിൽ സ്ഥാപിച്ചു. മനസ്സിലാവുന്നുണ്ടോ? രാജകീയപരമായിട്ടും അതുപോലെ തന്നെ എന്താണ് സൈനികപരമായിട്ടും അവരുടെ കാര്യങ്ങൾ എവിടെ സ്ഥാപിച്ചു? ഡെക്കാനിൽ സ്ഥാപിച്ചു. സിമ്പിൾ ആയിട്ടുള്ള കാര്യമുണ്ട്. 2 പാരഗ്രാഫിൽ ഒന്നുകൂടെ നോക്കിക്കേ. ഹോറിയൻ ആക്രമണത്തെ തുടർന്ന് അല്ലെ, ഹോറിയൻ ആക്രമണങ്ങളെ തുടർന്ന് ഉത്തരേന്ത്യയിലെ റാണകളും റായികളും അല്ലെ, നമുക്കറിയാം റാണകളും റായികളും, റാണ സാഹിബ് എന്നൊക്കെ പറഞ്ഞ് കുറെ പഠിച്ചിട്ടുണ്ട് നമ്മള്. അപ്പൊ റാണകളും റായികളും അവരെന്താണ് ഒരു പ്രാദേശിക തലവന്മാരായിരുന്നു. ഇവരെന്ത് ചെയ്തു? ഭരിച്ചിരുന്ന നിരവധി പ്രിൻസിപ്പാലിറ്റികൾ ആയിട്ട് വിഭജിച്ചിരുന്നു. ആ സ്ഥലത്തെ എന്താണ് ഗ്രാമത്തില് ഗ്രാമീണ പ്രഭുക്കന്മാരുടെ അതിർത്തികൾ ആരൊക്കെ ഉണ്ടായിരുന്നു? ഹോട്ടുകളും മുക്കദമുകൾ. ഈ ഹോട്ടും മുക്കദം എന്ന് പറഞ്ഞാൽ ആരാണ്? ഒന്നുമില്ല, വില്ലേജ് ഹെഡ്മാൻ. ശ്രദ്ധിച്ചിരിക്കുക, വില്ലേജ് ഹെഡ്മാൻ. ഇവർക്ക് എന്താണ് 100 ഗ്രാമങ്ങളുടെ അധികാരം അല്ലെങ്കിൽ എന്താണ് തലവന്മാരായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ആരെ കാണാൻ കഴിയും? ഈ ചൗധരി എന്ന് പറയുന്ന ആളെ എന്ത് ചെയ്യാൻ നമുക്ക് കാണാനായിട്ട് കഴിയും. മനസ്സിലായി? ഇവിടെ പറയുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ ചൗധരി ക്യാൻ സ്പോട്ടഡ് ഓഫ് ദ ഹെഡ് 100 വില്ലേജ്. 100 വില്ലേജിന്റെ എന്താണ് ഹെഡായിട്ട് ആരെ കാണാൻ കഴിയും? ചൗധരിയെ നമുക്ക് എന്ത് ചെയ്യും? കാണാനായിട്ട് കഴിയും. ഇതൊക്കെ ഇമ്പോർട്ടന്റ്. പിന്നെ ഡെക്കാനിൽ അവർ എന്ത് ചെയ്തു? സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചു. ഇനി from the contemporary historians like Minhaj Siraj and Barani, we learned that the most important nobles and even the Sultanate early stages of the foundation of the Sultanate were from families of Turkish slave officers. ഇവിടെ പറയുന്നുണ്ട് ഒരു ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള മിൻഹാജ് സിറാജ് ബറാനി അല്ലെ, മിൻഹാജ് സിറാജും ബറാനിയും പറയുന്നുണ്ട് വി ലേൺ അബൌട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് നോബിൾസ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് നോബിൾസ്, നോബിൾസ് എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രഭുക്കന്മാർ അല്ലെ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് നോബിൾസും അതുപോലെ സുൽത്താൻമാരും എന്ത് ചെയ്തിട്ടുണ്ട്? ഏർലി സ്റ്റേജിൽ ഫൗണ്ടേഷൻ ഓഫ് ദ സുൽത്താനേറ്റ് വേർ ദ ഫാമിലീസ് ഓഫ് തുർക്കിഷ് സ്ലേവ് ഓഫീസേഴ്സ്. അവരുടെ ആധിപത്യം ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെക്കുക. അതായത് ആരാണ് ആ സമയത്ത് ഹിസ്റ്റോറിയൻസ് എന്ന് നമുക്ക് ചോദിക്കാം. ആരാണ്? മിൻഹാജ് സിറാജും അതുപോലെ തന്നെ ബറാനി. Okay, Minhaj Siraj and Barani, we learned that the most important nobles and even sultanate's early stages foundation and sultanate were the families of Turkish and slave officers. അടുത്ത നോക്കിക്കേ. In spite of internal quarrels and ruling class and basic soldate which manifested and itself hostily outside, for example, Russia. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഭരണവർഗത്തിനുള്ളിൽ അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടായിട്ടും പുറത്തു നിന്നുള്ളവരുടെ എന്താണ് ശത്രുതയിൽ പ്രകടമായ ഒരു അടിസ്ഥാന ഐക്യദാർഢ്യം ഉണ്ടായിരുന്നു. അതായത് ഇവിടെ റഷ്യയുടെ പീരീഡില് എന്താണ് അകത്ത് തന്നെ രാജ്യത്തിനകത്ത് തന്നെ എന്തുണ്ട്? അടിയും ബഹളവും വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് ഒറ്റക്കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട് എങ്കിലും കലഹങ്ങൾ ഉണ്ടായിരുന്നിട്ടും പുറത്തു നിന്നുള്ളവരുടെ ശത്രുതയിൽ പ്രകടമായ ഒരു അടിസ്ഥാന ഐക്യദാർഢ്യം ഉണ്ടായിരുന്നു. അതായത് പുറത്തു നിന്ന് വരുന്നവർക്കും ഇവരെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഓടിക്കാനോ അല്ലെങ്കിൽ എന്താണ് ആക്രമിച്ചു വിടാനോ കഴിയാത്ത രീതിയിൽ ഒരു ഐക്യദാർഢ്യമായിട്ട് ഇവർ എന്ത് ചെയ്തു? നിലകൊണ്ടു. അതായത് ശ്രദ്ധിച്ചിരിക്കുക, ഭരണവർഗത്തിനുള്ളിൽ അതായത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണവർഗത്തിനുള്ളിൽ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായിട്ടും പുറത്തു നിന്ന് വരുന്നവരോടുള്ള ശത്രുതയിൽ പ്രകടമായ ഒരു ഐക്യദാർഢ്യം ഇവർക്ക് ഉണ്ടായിരുന്നു. അതായത് ഉദാഹരണം എന്താണ്? റഷ്യ എങ്ങനെയാ ചെയ്തത്? തന്റെ രാജ്യത്തിലുള്ള കാര്യങ്ങളെല്ലാം ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി കുറേ നയ പരിപാടികളൊക്കെ അവർ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണ് ഉലാമ? ഉലാമ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഉലാമ നേരത്തെ ഞാൻ പറഞ്ഞു, ഉലാമയെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനായിട്ടുണ്ട്. ഉലാമ എന്ന് പറയുമ്പോൾ ഒരു തിയോളജിക്കൽ ക്ലാസ് ആണ്, ഒരു ദൈവശാസ്ത്രപരമായ ഒരു പ്രത്യേക ശാസ്ത്രത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഉലാമ എന്ന് പറയുന്നത്. എന്താണ്? ഹാഡ് ഇമ്പോർട്ടന്റ് പൊസിഷൻ ഓഫ് സുൽത്താനേറ്റ്. ഇറ്റ് വാസ് ഫ്രം ദ ഇമ്പോർട്ടന്റ് ലീഗൽ ആൻഡ് ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് വേർ മെയ്ഡ് സദുർ ഷെയ്ഖ് അൽ ഇസ്ലാം, ഹോസി മുഫി, മുസഫ്, ഇമാൻ ആൻഡ് ഖദ്. കണ്ടോ ഈ പേരുകളൊക്കെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക? ചിലതൊന്നും വായിൽ നമുക്ക് കൊള്ളാത്ത പേരുകളാണ്, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഉലാമ ക്യാൻ ബി സീൻ അഡ്ജസ്റ്റ് ആൻഡ് റൂളിംഗ് ക്ലാസ് മെയിൻറ്റെയിൻ റവന്യൂ ഗ്രാൻഡ് ആൻഡ് സുൽത്താൻ ഓഫേർഡ് മെമ്പേഴ്സ് ഓഫ് റൂളിംഗ് ക്ലാസ് the ideological significance of ulama great. They provided legitimacy and ruling class. ഇവിടെ വേറൊന്നും നോക്കട്ടെ. ഉലാമ എന്ന് പറയുന്നത് എന്താണ്? ദൈവശാസ്ത്ര വിഭാഗമാണ്. ദൈവശാസ്ത്ര വിഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഉലാമ എന്ന് വിളിക്കുന്നത്. ഉലാമ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു തിയോളജിക്കൽ ക്ലാസ് ആണ്. ഉലാമ എന്ന് പറയുന്നത് ഒരു തിയോളജി ക്ലാസ് ആണ്. അത് ഇമ്പോർട്ടന്റ് പൊസിഷൻ ആണ്. തിയോളജി ക്ലാസ് ആണ്, ഒരു ഇമ്പോർട്ടന്റ് പൊസിഷൻ ആണ്. ഓക്കെ, അത് തന്നെ ഒന്ന് മനസ്സിലാക്കിയേക്ക്. ഇമ്പോർട്ടന്റ് പൊസിഷൻ സുൽത്താൻ. ഇറ്റ് വാസ് ഫ്രം theme that important legal and judicial appointments were made Sardar Sudar and Sheikh al Aslam. Okay, ദൈവശാസ്ത്ര വിഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്?
ഉലാമ എന്ന് വിളിക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും പണ്ഡിതരും അതുപോലെ തന്നെ എന്താണ് ആദരണീയമായ ഒരു വിഭാഗമാണ്. കാരണം ഇവർ പറയുന്നതിനപ്പുറം എന്ത് ചെയ്യില്ല, പണ്ടുള്ള ഭരണാധികാരികൾ കേൾക്കാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് എന്താണ് ഭയങ്കര പറയില്ലേ, നമ്മളൊക്കെ പറയില്ലേ ഭയങ്കര വിശ്വാസമുള്ള ഒരാൾക്കാരാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കഴിവുള്ള ആൾക്കാരാണെന്ന് പറയുന്നത് പോലെ ഉലാമ എന്ന് പറയുന്നതാണ് മുസ്ലിം സമുദായത്തിൽ തന്നെ ഏറ്റവും പണ്ഡിതരും അതുപോലെ തന്നെ എന്താണ് ആദരണീയരുമായ ഒരു വിഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്, ഉലാമ എന്ന് പറയുന്നത്. കാരണം ആദരണീയരാണ്. ആദരണീയ എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ഒരു വിഭാഗത്തിലുള്ള ആൾക്കാരെയാണ് എന്ത് വിളിക്കുന്നത്, ഉലാമ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഉലാമ എന്ന് പറയുന്നത് മോസ്റ്റ്ലി സ്കോളേഴ്സ് ആയിരിക്കും. സ്കോളേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, നല്ല പണ്ഡിതരായിരിക്കും. സ്കോളേഴ്സ് എന്ന് പറയുമ്പോൾ നല്ല പണ്ഡിതരാണ്, നല്ല കഴിവുള്ളവരാണ്. എസ്ടി സെക്ഷൻ മുസ്ലിം സൊസൈറ്റിയിൽ തന്നെ വരുന്നത് കൊണ്ട് ആ സൊസൈറ്റിയിൽ തന്നെ നല്ല എന്താണ് പണ്ഡിതരായിരിക്കും, നല്ല ബുദ്ധിജീവികളായിരിക്കും. ധാരാളം തിയോളജിക്കൽ ആയിട്ടുള്ള പരമായിട്ടുള്ള പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വായിച്ച് നല്ല തലയിൽ എന്താണ് അറിവ് ഉള്ളവരെയാണ് എന്ത് വിളിക്കുന്നത്, ഉലമ എന്ന് വിളിക്കുന്നത്. പിന്നെ ഇവർ ഡിവോഷൻ എന്താണ്, ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം അവര് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതായത് ദൈവവുമായിട്ടുള്ള കണക്ഷൻ ടു ഗോഡ് അല്ലെ, നമ്മുടെ ദൈവവുമായിട്ട് എന്തുണ്ട്, ഒരു നല്ലൊരു ബന്ധം ഇവർക്ക് കാത്തു സൂക്ഷിക്കുവാനും അത് എന്താണ് അതിനനുസരിച്ചുള്ള വിശുദ്ധികരമായ ജീവിതമാണ് ഇവര് നയിക്കുന്നത്. ദേ വെയർ മെയിൻ പ്രീറ്റി ആൻഡ് മോറൽസ്, അതായത് ഹൈ മോറൽസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മറ്റു കാര്യങ്ങൾക്ക് അവർ എന്ത് ചെയ്യുന്നില്ല, വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ധാർമ്മികം, സത്യം എന്താണ്, അതുപോലെ തന്നെ വിശ്വാസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അവർ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഈ ഉലാമ എന്ന് പറയുന്നത്. പിന്നെ ഹൗവർ ആൻഡ് ഓർഡിനറി എന്താണ് ഓർഡിനറി പ്രീസ്റ്റ്, ഒരു തരത്തിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഒരു തരത്തിലുള്ള എന്താണ് ഇവര് ഒരു പുരോഹിതനാണെന്ന് പറയാൻ കഴിയില്ല, പക്ഷെ എന്തോ അല്ല ഒരു പ്രീസ്റ്റും ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരു അവസ്ഥയാണ്. കാരണം ഇവർക്ക് എന്താണ് ഒരു ദൈവശാസ്ത്ര പണ്ഡിതരായിട്ടാണ് നടക്കുന്നത്, പക്ഷെ നോ പ്രീസ്റ്റ്, അവർ എന്തായിട്ട് കണക്കാക്കിയിട്ടില്ല, പുരോഹിതന്മാരായിട്ട് കണക്കാക്കിയിട്ടും ഇല്ല. എനി പേഴ്സൺ പ്രീറ്റി സ്കോളർഷിപ്പ് ആൻഡ് ഹൈ മോറൽസ് could have been accepted society could become a alim plural ulama on the basis of their attitude towards men. ടു കാറ്റഗറീസ് ഇവിടെ പറയുന്നുണ്ട്. ഉലാമാനെ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് കാറ്റഗറി ചെയ്യുന്നുണ്ട്. എന്താണ് ഉലാമ എന്നും ഐ അക്രത്ത്, മനസ്സിലായോ? ഉലാമ എന്നും ഐ അക്രത്ത് എന്നും രണ്ട് തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഉലാമേനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഉലാമ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉലാമ എന്ന് പറഞ്ഞ ഒരു ദൈവശാസ്ത്രപരമായ ചിന്താ വിഭാഗത്തെയാണ് എന്ത് വിളിക്കുന്നത്, ഉലാമ എന്ന് പറഞ്ഞ ഒരു ഇവിടെ പറയുന്ന തിയോളജിക്കൽ ക്ലാസ് തന്നെ നമുക്ക് പറയാം, ഒരു തിയോളജിക്കൽ ക്ലാസ് ആണ്. ആ ഉലാമ എന്ന് പറയുന്നത് എന്താണ്, ഹൈലി സ്കോളേർഡ് ആയിട്ടുള്ള, ഹൈലി സ്കോളേർഡ് എന്ന് പറയുമ്പോൾ ധാരാളം അറിവുള്ള ഒരു ബുദ്ധി ജീവികളായിട്ടുള്ള കുറെ ആൾക്കാരാണ് ഈ ഉലാമയിൽ ഉള്ളത്, ഒരു മുസ്ലിം സമുദായത്തിൽ ഉള്ളത്. ഇവർ എന്താണ് ചെയ്തതെന്ന് പറയുമ്പോൾ ദേ വെയർ ഓൺ ഹൈ മോറൽസ്, ഇവർ ധാർമ്മിക മൂല്യത്തിനാണ് ഇവർ പ്രാധാന്യം കൊടുത്തത്. ഇവിടെ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ ഇവരുടെ ജീവിതം തന്നെ എന്തിനാണ്, ധാർമ്മികതയ്ക്കാണ്, മോറൽസിനാണ് കൂടുതലായിട്ട് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, പ്രവർത്തിച്ചത്. ഓക്കെ, അതുകൊണ്ട് ഉലാമ എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, മുസ്ലിം സമുദായം ജ്ഞാനികളുടെ കൂട്ടം അല്ലെ, ജ്ഞാനികളുടെ കൂട്ടം എന്ന് പറയുന്നുണ്ട്. അവർക്ക് എന്താണ് ഈ ദൈവശാസ്ത്രപരമായ കാര്യങ്ങളും അതുപോലെ ഖുർആൻ പരമായ കാര്യങ്ങൾ ഇതെല്ലാം എന്താണ് ജന്മസിദ്ധമായിട്ട് കിട്ടുന്നത് പോലെ എല്ലാത്തിനും നല്ല എന്തുണ്ട്, അറിവുള്ള ഒരു വിഭാഗക്കാരാണ്, അല്ലെങ്കിൽ അറിവുള്ള ഒരു കാറ്റഗറിക്കാരെയാണ് എന്ത് വിളിക്കുന്നത്, ഉലാമ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് എമംഗ് ദ അലാവുദ്ദീൻ ഹുസ്ലി ബദൻ ടീച്ചർ നിസാമുദ്ദീൻ ഹെൽഡ് എസ്റ്റീം ഡ്യൂറിങ് സുൽത്താൻ മൗല ഷിഹോദിന് കുറച്ച് ആൾക്കാരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. അതൊന്നും വലുതായിട്ട് പഠിക്കേണ്ട, എന്താണ് ഇവിടെ ചോദിക്കുന്നത് കണ്ടോ, നിങ്ങളുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. വാട്ട് റോൾ ഡിഡ് ദ ഉലാമ പ്ലേ ഇൻ ദ സുൽത്താനേറ്റ് പോളിസി, എന്തായിരുന്നു ഉലാമയുടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഉലാമ എന്താ പറയുന്നത്, എന്തായിരുന്നു ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ പറയുന്നുണ്ട് എന്താണ്, ദൈവശാസ്ത്രപരമായ ആ ഒരു തത്വത്തെയാണ് എന്ത് വിളിക്കുന്നത്, ഉലാമ എന്ന് വിളിക്കുന്നത്. ഉലാമ എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ പണ്ഡിതരുടെ കൂട്ടത്തെയാണ്, മുസ്ലിം സമുദായത്തിലെ പണ്ഡിതരുടെ കൂട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്, ഉലാമ എന്ന് വിളിക്കുന്നത്. ഇനി സെക്കൻഡ് കാറ്റഗറി വാസ് ഉലാമ ഇസ് ദുനിയ ഹു മിക്സഡ് ഫ്രീലി ദ കിങ് ആൻഡ് നോബിൾസ് പ്രോസസ്ഡ് മണ്ടൻ ഔട്ട്. ഉലാമ ഇസ് ദുനിയ അസ്പേർഡ് മെറ്റലിസ്റ്റ് ആൻഡ് അപ്പോയിന്റഡ് മെമ്പർ ഓഫ് സ്റ്റേറ്റ് ഓഫീസർ റിലീജിയസ് നാച്ചർ. മതപരമായ കാര്യങ്ങളിൽ ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ പ്രാധാന്യം കൊണ്ടുവരുന്നുണ്ട്. മതപരമായ റിലീജിയസ് സാക്രിഫൈസും റിലീജിയസ് സെറമണീസ് ഒക്കെ ഇല്ലേ, അതിലെല്ലാം അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഉലാമമാരുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കണ്ടുവരുന്നതായിട്ട് കാണാം. ദ ഹയസ്റ്റ് റിലീജിയസ് ഓഫീസേഴ്സ് ടു സ്റ്റേറ്റ് ഹൗസി മംലക് ആൻഡ് സദർ സൂദർ, ഇതൊക്കെ ആരായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന ഹയസ്റ്റ് ഓഫീസേഴ്സ് ആണ്. ആരൊക്കെയാണ് റിലീജിയസ് ഓഫീസറിന്റെ പേര് രണ്ടെണ്ണം എഴുതാൻ ചോദിച്ചാൽ എന്തെഴുതും, ഹൗസി, അതുപോലെ തന്നെ മംലക്, സദർ, സൂദർ.
ഓക്കെ, ഇതെല്ലാം ആ സമയത്ത് ഉണ്ടായിരുന്ന ആരാണ്? റിലീജിയസ് ഓഫീസേഴ്സ് ആണ്. ഇസ്ലാം വാസ് ഹൈയസ്റ്റ് എസ്ലസ് ഓഫീസ് റെസ്പോൺസിബിൾ ഫോർ റിലീജിയസ് ഗ്രാൻഡ്സ് മെയിൻ്റനൻസ് ആൻഡ് പിയേഴ്സ് ഡെസ്റ്റിൻ ഇൽത്തുമിഷ് ആൻഡ് അപ്പോയിന്റഡ് സെയ്ദ് നൂർ. അതൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്ക് കുറച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. എന്താണ് ഉലാമ നോക്കുക. അതുപോലെ തന്നെ ഉലാമമായിട്ടുള്ള ഹയസ്റ്റ് ഓഫീസേഴ്സ് ആരൊക്കെയാണ്? സദർ, അതുപോലെ തന്നെ സൂദർ, പിന്നെ എന്താണ് നമ്മുടെ ഹോസി, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ പേര് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്തെന്ത് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഉലാമ വേർ അപ്പോൺ മദ്രസാസ് ആൻഡ് ടീച്ചേഴ്സ്. ഈ ഒരു നമ്പർ ഓഫ് ഉലാമമാരുണ്ടല്ലോ, ഇവർ എവിടേക്ക് വിടും? മദ്രസ ഓഫ് ടീച്ചേഴ്സ്. നമുക്കറിയാം മദ്രസ എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം സമുദായത്തിലെ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? വേദ പഠനം പഠിക്കുന്ന ഒരു സെന്ററിയാണ് എന്ത് വിളിക്കുന്നത്? മദ്രസ എന്ന് വിളിക്കുന്നത്. ആ മദ്രസയിലോട്ട് എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ ഉലാമമാരെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോയിന്റ് ചെയ്യുകയാണ്. ഇവിടുത്തെ ഉലാമമാരെ അപ്പോയിന്റ് ചെയ്യുകയാണ്. അതായത് ഇവരുടെ ടീച്ചേഴ്സ് ആയിട്ട്, അവ കുട്ടികളുടെ ടീച്ചറായിട്ട് അല്ലെങ്കിൽ 2 അക്ഷരം പഠിപ്പിക്കുന്ന അധ്യാപകരായിട്ട് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ഉലാമമാരെ അങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അയക്കുന്നുണ്ട്. ഇസ്റ്റ് ഓൺ ഓഫൺ ഹെൽഡ് പ്രിൻസിപ്പാൾഷിപ്പ് മദ്രസ മിൻഹാജ് ഹെൽഡ് പൊസിഷൻ ഓഫ് പാർട്ടിസിപ്പേറ്റ് മുസ്യാൻ നസ്രത്ത് ഡൽഹി. ഇങ്ങനെയുള്ള കുറെ ഡൽഹിയിലെ കുറെ മദ്രസകളിൽ ഇങ്ങനെയുള്ള കുറെ ആര് പോയിട്ടുണ്ട്? ഉലമമാര് പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മൗലാന സെയ്ദുൻ വാസ് അപ്പോയിന്റഡ് ടീച്ചർ ഓൺ മുസ്സൈ മദ്രസ. ഓക്കെ, മൗലാന സിയാദുൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഏത് മദ്രസയിലെ ടീച്ചറായിട്ടാണ് മാറ്റിയത്? മുസ്ലിം മദ്രസ എന്ന് പറയുന്ന ആ ഒരു സെന്ററിലെ ടീച്ചറായിട്ട് ആരെ മാറ്റി? മൗലാന സിയാവുദ്ദിനെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ആൾക്കാരെയും എവിടേക്ക് വിട്ടു? മദ്രസകളിലോട്ട് ഓരോ ഉലമമാരെ വിട്ടു. ഓക്കെ, അങ്ങനെ ഒരാളെ വിട്ടപ്പോ എവിടെയാണ്? ഡൽഹിയിലാണ്. അതെവിടെയാണ്? മുസ്ലിം മദ്രസ എന്ന് പറയുന്ന അവിടെ ആരെ വിട്ടു? മൗലാന സൈനുദ്ദീനെ എന്ത് ചെയ്തു? വിട്ടു. ഓക്കെ, മൗലാന സൈനുദ്ദീൻ. അപ്പൊ ഇങ്ങനെ ഓരോ ആൾക്കാർ, ഇവർക്ക് നല്ലൊരു പ്രാധാന്യമുണ്ട് സമൂഹത്തിൽ. ഇവർക്ക് ഒരു റോൾ മോഡൽ ആവേണ്ടതാണ് അല്ലെ? കാരണം ഇവിടെ എന്താണ്? ഇവര് ദൈവശാസ്ത്രപരമായ കാര്യമാണ്, ദൈവത്തോട് കൂടുതൽ നിൽക്കുന്നവരാണ്. അപ്പൊ ഉലാമ എൻജോയ്ഡ് ഗ്രേറ്റ് റെസ്പെക്ട് ഓഫ് കോർട്ട് ഡൽഹി സുൽത്താൻ. ഉലാമമാരെ എന്ത് ചെയ്തു? ഡൽഹി സുൽത്താൻസിന് കോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കോടതികളിലൊക്കെ എന്ത് ചെയ്തു? റെസ്പെക്ട് ചെയ്തിരുന്നു. റെസ്പെക്ട് എന്ന് പറയുമ്പോൾ അവരെ അംഗീകരിച്ചിരുന്നു. അവര് ആദരണീയ പാത്രമായിരുന്നു അല്ലെ? എല്ലാവരെയും അംഗീകരിക്കുന്നവരായിരുന്നു. പിന്നെ ഹസൻ നിസാമി മെൻഷൻസ് ഗ്രേറ്റ് റെസ്പെക്ട് ഷോൺ ഐബക് ടുവേർഡ്സ് ഉലാമ ഡ്യൂറിങ് ഇൽത്തുമിഷ് റീജൻ അറ്റാക്ക് ഉലാമ. ചില കാര്യങ്ങൾ ഉലാമമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒത്തുപോകാൻ കഴിയില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉലാമമാരുടെ എല്ലാ കാര്യങ്ങളും പോസിറ്റീവും നെഗറ്റീവും ഒന്നും നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? എടുക്കാനായിട്ട് കഴിയാതെ വന്ന ആ സമയങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അവർ ആരുമായിട്ട് അഭേദ്യമ ബന്ധം സൂക്ഷിച്ചവരാണ് ഉലമമാരെന്ന് പറയുമ്പോൾ ആരായിരിക്കാം? ഒരു തിയോളജിക്കൽ ക്ലാസ് ആണ്. അത് മാത്രമല്ല ഒരു ഇമ്പോർട്ടന്റ് പൊസിഷനുള്ള ആൾക്കാരാണ് ഈ ഉലാമമാരെന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, they frequently involved daily politics and lost their moral and religious dignity. ഇവർ ചില കാര്യങ്ങൾ ഇവർ ഭരണത്തിൽ കൊണ്ടുവന്ന അഭിപ്രായ കാര്യങ്ങളൊന്നും ചിലവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ചില രാജാക്കന്മാർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു അലാവുദ്ദീൻ ഖിൽജിക്കും മുഹമ്മദ് തുഗ്ലക്കിനും ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡൈജസ്റ്റ് ചെയ്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കുറെ ഡേർട്ടി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്തു? ഉലാമയുടെ സ്ഥാനം തന്നെ എന്ത് ചെയ്യേണ്ടി വന്നു? നഷ്ടപ്പെടേണ്ട കാര്യങ്ങളൊക്കെ വന്നു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അംഗീകരിക്കാനായിട്ട് കഴിയില്ല. പക്ഷെ ചില ഒപ്പോസിഷൻസ് ആണ്, വാദപ്രതിവാദങ്ങളായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? വന്നുകൊണ്ടേ ഇരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു ഉലാമയിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മൾ ഇതിൽ നോക്കിയത് എന്താണ് ഉലാമ നോക്കി. പിന്നെ ഇവിടെ നമ്മൾ നോക്കിയ കാര്യം എന്തായിരുന്നു? നമ്മുടെ നൊബിലിറ്റി അല്ലെ? ക്ലാസ് നൊബിലിറ്റിയും കാര്യങ്ങളും നോക്കി. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഉള്ളതെന്ന് പറയുമ്പോൾ എന്തായിരുന്നു? നമ്മുടെ സുൽത്താൻ നോക്കി. മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, രണ്ടാമത്തെ അതിലൊരു ക്വസ്റ്റ്യൻ ഒളിഞ്ഞിരിപ്പുണ്ട്. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എങ്ങനെയായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ഒരു അസാധാരണമായ ഒരു യഥാർത്ഥ മനസ്സുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ? അദ്ദേഹത്തിന്റെ കഴിവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ പറഞ്ഞ ഒരു വ്യക്തി, അവിടെ നമ്മൾ ഇത്രയും പറഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഒരു ഇവിടെ വസയാസ് അല്ലെ? വസയാസ് മുഹമ്മദിന്റെയും മഹമ്മൂദിന്റെയും കുറച്ച് വസയാസ് നോക്കി. കുറെ പേരുടെ വസയാസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ബുഖ്രാഹാന്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോക്കിയത് ആരെയാണ്? മഹമ്മൂദിന്റെ വസയാസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ എന്ത് ചെയ്യേണ്ടി വന്നു? ചർച്ച ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഒന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ സുൽത്താൻ എന്താണെന്ന് നോക്കണം. സുൽത്താൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഖലീഫയുടെ അധികാരം നഷ്ടപ്പെട്ടതിന് ശേഷം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ വഹിച്ചിരുന്ന വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ആരെന്ന് പറയുന്നത്? സുൽത്താൻ എന്ന് പറയുന്നത്. അവർക്ക് എന്തുണ്ടായിരുന്നു? കുത്ബ എന്നും സിക്ക എന്നും.
അല്ലെ. ഹുത്ബ എന്നും സിക്ക. ഹുത്ബ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഫ്രൈഡേകളിൽ നടത്തിയിരുന്ന അല്ലെങ്കിൽ എന്താണ് വെള്ളിയാഴ്ചകളിൽ നടത്തിയിരുന്ന ആരാധനയാണ് എന്ത് വിളിച്ചത്? ഹുത്ബ എന്ന്. സിക്ക എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു കോയിനേജ് ആണ്. അതായത് ഇവരുടെ നാമകരണം ചെയ്തിരുന്ന ആ കോയിനേജിനെയാണ് എന്ത് വിളിക്കുന്നത്? സിക്ക എന്നും വിളിച്ചിരുന്നത്. ഓക്കെ, അതവിടെ കഴിഞ്ഞു. പിന്നെ ഇവർക്ക് എന്തുണ്ടായിരുന്നു? ലീഗലി നല്ല പവർ ഉണ്ടായിരുന്നു. സുൽത്താൻമാർക്ക് പവർ ഉണ്ടായിരുന്നു. അവർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടും അതുപോലെ ജസ്റ്റിസിനും പീസിനും വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിച്ചത്. ഇനി അടുത്ത് അവരുടെ നോക്കിയ ഇജ്മ. എന്താണ് ഇജ്മ? ഒപ്പീനിയൻ ഓഫ് മുസ്ലിം കമ്മ്യൂണിറ്റി. നിയമജ്ഞരുടെ അഭിപ്രായത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഇജ്മ എന്ന് വിളിക്കുന്നത്. പിന്നെ ഗുലാമമാരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് ഒരുപാട് ഉണ്ടായിരുന്നു, അല്ലെ. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹം തന്നെ ശക്തമായി എന്ത് ചെയ്തു? അലാവുദ്ദീൻ ഖിൽജി അതിനെ എതിർക്കുകയുണ്ടായി. അലാവുദ്ദീൻ ഖിൽജി എന്ത് ചെയ്തു? എതിർത്തു. ഓക്കെ, പിന്നെ മുഹിസുദ്ദീൻ എതിർപ്പുകളുമായിട്ട് എന്ത് ചെയ്തു? അലാവുദ്ദീന് അനിശ്ചിതമായി എതിർക്കേണ്ടതായിട്ട് വന്നു. മുഹിസുദ്ദീന്റെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്തില്ല? നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയാതെ വന്നു. പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് എന്താണ്? ഒരു അസാധാരണമായ കഴിവുള്ള വ്യക്തിയായിരുന്നു, അല്ലെ മുഹമ്മദ് തുഗ്ലക്ക്. അവിടെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ രാജസന്നിധിയിൽ അതില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണത്തില് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ധാരാളം ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലാദാ ബഗൻ എന്ന് പറയുന്നതും അതുപോലെ തന്നെ എന്താണ് ഫിറൂസ് ഹജ്മയും അസീസ് കുമാർ എന്ന് പറയുന്ന ധാരാളം എന്താണ് രാജാക്കന്മാർ അല്ലെങ്കിൽ എന്താണ് ഭരണത്തെ സഹായിക്കാനായിട്ട് കുറച്ചു പേര് അവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്താണ്? ഒരു സിംഗിൾ മാൻ ഇൻ ലീഗൽ മിത്ത്. ഒറ്റ മനുഷ്യന്റെ പരമാധികാരമാണ് ഒരു നിയമപരമായ മിത്തിയാണെന്നവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ നമ്മൾ കുറച്ച് ഹിസ്റ്റോറിയൻ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ നോക്കി വസയാസ് ആണ്, മഹമ്മൂദിന്റെ വസയാസ് നോക്കി. ദ ഹാർട്ട് ഓഫ് ദ കിങ് റിഫ്ലക്ട് ദ ഗ്ലോറി ഓഫ് ഗോഡ്, അല്ലെ. രാജാവിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ ദൈവദത്തമായിരിക്കണം. മനസ്സ് എന്തായിരിക്കണം? ദൈവദത്തമായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് എന്താണ്? റോയൽ ഡിഗ്നിറ്റി, അല്ലെ, ഷുഡ് ബി മെൻഷൻഡ് ആൻഡ് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. ഇവിടെ പറയുന്നുണ്ട് റോയൽ ഡിഗ്നിറ്റി, ഒരു രാജകീയ അധികാരം തന്നെ എന്ത് ചെയ്യണം? വേണോ എന്ന് പറഞ്ഞ ആ ഒരു രീതിയായിരുന്നു. പിന്നെ നമ്മൾ നോക്കിയെന്ന് പറയുമ്പോൾ ആരായിരുന്നു നമ്മൾ നോക്കിയ? നൊബിലിറ്റി, അല്ലെ. കമ്പോസിഷൻ ഓഫ് ദ സുൽത്താൻ റൂളിംഗ് ക്ലാസ് നൊബിലിറ്റി ആണ്. ഇവിടെ പറയുന്നുണ്ട് ഹോറിയൻ ആക്രമണത്തിന് സമയത്ത് റാണകളും അതുപോലെ തന്നെ എന്താണ് റാണകൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ചീഫ്, ലോക്കൽ ചീഫ്സ് ആണ്, അല്ലെ. ലോക്കൽ ചീഫ്സുമായിട്ടുള്ള ഹെഡ്മാൻ ആയിരുന്നു. ആ ഒരു സമയത്ത് അവരുടെ എന്താണ് ഭരിച്ചിരുന്ന നിരവധി പ്രിൻസിപ്പാലിറ്റികളായിട്ട് വിഭജിച്ചിരുന്നു. ആ ഗ്രാമതലത്ത് ഗ്രാമീണ പ്രഭുക്കന്മാരുടെ അതിർത്തികളിൽ ആരുണ്ടായിരുന്നു? ഹോട്ടുകളും അതുപോലെ തന്നെ മുഖധാമകളും. ഇവർക്ക് എന്ത് ചെയ്തു? 100 ഗ്രാമങ്ങളുടെ തലവന്മാരായിട്ട് ഇവരെ എന്ത് ചെയ്തു? കാണാനായിട്ട് നമുക്ക് കഴിഞ്ഞു. പിന്നെ നമ്മൾ ലാസ്റ്റ് നോക്കിയത് ഭരണവർഗത്തിനുള്ളിൽ എന്ത് ചെയ്തിരുന്നു? ആഭ്യന്തര കലഹങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും പുറത്തു നിന്നുള്ള ശത്രുക്കളുടെ പ്രകടമായ ഒരു അടിസ്ഥാന ഐക്യദാർഢ്യം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കിയ റസിയ, അല്ലെ. റസിയയുടെ ഭരണത്തില് അവിടെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കിയതാണ് ഇജ്മ നമ്മൾ നോക്കി. മുസ്ലിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ആ ഒരു എന്താണ് മതപരമായ അഭിപ്രായത്തെ അല്ലെങ്കിൽ നിയമജ്ഞരുടെ അഭിപ്രായത്തെയാണ് പറയുന്നത് ഇജ്മ എന്ന് പറയുന്നത്. പിന്നെ അവസാനം നമ്മൾ നോക്കിയത് ഉലാമ. ഇമ്പോർട്ടന്റ് ആണ്, ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഉലാമ എന്ന് പറയുന്നത്. ഉലാമ എന്ന് പറയുമ്പോൾ എന്തായിരുന്ന? ഒരു ദൈവശാസ്ത്ര വിഭാഗമാണ്. മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും പണ്ഡിതരുമായിട്ടുള്ള ജ്ഞാനികളാണ്. എന്ന് വെച്ചാൽ അത് അത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള സ്കോളേഴ്സ് ആണ്. അവരുടെ കൂട്ടത്തെയാണ് എന്ത് വിളിക്കുന്നത്? ഉലമ എന്ന് വിളിക്കുന്നത്. ഇവരുടെ അധികാരമൊക്കെ എങ്ങനെയായിരുന്നു? ദൈവദത്തമായിരുന്നു, അല്ലെ. ഇവരുടെ അധികാരങ്ങളും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? ദൈവദത്തമായിരുന്നു. അവർ ആദരണീയരായിരുന്നു. അവരുടെ സമൂഹത്തിൽ എന്താ ചെയ്തിരുന്നത്? ആദരണീയ വിഭാഗത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന വ്യക്തികളാണ്. ആദരണീയരായിരുന്നു. അതായത് എല്ലാ മാനങ്ങളും എല്ലാ കാര്യങ്ങളും ലഭിച്ചിരുന്ന ഒരു വിഭാഗക്കാരെയായിരുന്നു എന്തെന്ന് പറഞ്ഞിരുന്നത്? ഉലമ എന്ന് പറയുന്നത്. ഈ ഉലമ എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈലി സ്കോളേഴ്സ് ആണ്. നല്ല പണ്ഡിതരായിരിക്കും. ഏതൊരു വിഷയത്തെ കുറിച്ച് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന കുറച്ച് വിഭാഗക്കാരാണ്. അപ്പൊ അവർക്ക് സമൂഹത്തിലായാലും കൊട്ടാരങ്ങളിലായാലും കോർട്ടിലായാലും സമൂഹത്തിലായാലും കൊട്ടാരത്തിലായാലും കോർട്ടിലായാലും ഇവർക്ക് എന്തുണ്ടായിരുന്നു? വളരെയധികം പ്രാധാന്യം എവിടെ ഉണ്ടായിരുന്നു? ഡൽഹി സുൽത്താനേറ്റ് പീരീഡിൽ ഉലമമാർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞു അലാവുദ്ദീൻ ഖിൽജിക്കൊന്നും ഉലമമാരോട്ടുള്ള അഭിപ്രായങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? യോജിച്ചു പോകാനായിട്ട് കഴിയാതെ വന്നത് കൊണ്ട് അവരെന്ത് ചെയ്തു? അതിൽ നിന്നൊക്കെ എന്ത് ചെയ്തു? മാറി, അല്ലെ. അവരുടെ അഭിപ്രായങ്ങളിൽ നിന്നുള്ള മാറുക ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ അവർ പൊളിറ്റിക്സിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നൊക്കെ നമ്മൾ എവിടെ പഠിച്ചു? ഈ ഉലാമ കാര്യങ്ങളിൽ പഠിച്ചു. അപ്പൊ അറബി വിഭാഗത്തിലെ ജ്ഞാനികളായ കൂട്ടത്തെയാണ് വിളിക്കുന്നത് ഉലാമ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഇതാണ് നമ്മുടെ ഈ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇനി എന്തെങ്കിലും സംശയം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ ക്ലാസ്സുകൾ ഡെയിലി കാണുക. ഞങ്ങൾ ഇടുന്ന സമയത്ത് അത് എന്ത് ചെയ്യുക? കാണുക. നിങ്ങളുടെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതിയെടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായ രീതിയിൽ ഒരു കുഞ്ഞു നോട്ടോ എന്തെങ്കിലും കയ്യിൽ വയ്ക്കുക. പഠിപ്പിക്കുമ്പോൾ തന്നെ അതിൽ മെയിൻ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ ഉലാമ പഠിക്കണം.
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഉലാമ പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സുൽത്താൻ അല്ലെ, പിന്നെ അവിടെ പറഞ്ഞ അലാവുദ്ദീൻ ഖിൽജിയുടെ കാര്യം, മുഹമ്മദ് തുഗ്ലക്കിന്റെ കാര്യം പറഞ്ഞു, റസിയ ആരാണ്, എന്താണ് ഹുത്ബ, എന്താണ് സിക്ക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ മലയാളം തന്നെ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ഒന്ന് ജസ്റ്റ് എന്ന് എന്ത് ചെയ്യുക, കോറിയിടുക. നിങ്ങളുടെ കൈപ്പടയിൽ തന്നെ എഴുതി. എപ്പോഴും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് സ്വന്തം നോട്ട്. സ്വന്തം നോട്ട് പോലെ നമുക്ക് വേറെ ഒരു നോട്ടും എടുത്ത് വെച്ച് വായിച്ച് നമ്മൾ സ്വന്തമായിട്ട് എഴുതി വെക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ എപ്പോഴും അത് എന്ത് ചെയ്യും, സ്റ്റോക്കാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പൊ അതുകൊണ്ട് അന്നുള്ള കാര്യങ്ങൾ അന്ന് തന്നെ പഠിക്കുക. അതിൽ നിങ്ങൾ ഒരു മടിയും കൂടരുത്. കാരണം നമുക്കിത് ഒരു ഡിഗ്രി നമ്മൾ കയ്യിൽ അവകാശമാക്കി എടുത്തേ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ അതിൽ ഒരു മടിയോ കാണിക്കാതെ അന്നുള്ള കാര്യം, ഇപ്പൊ നമ്മൾ 3 ചാപ്റ്ററുകളായി, അടുത്തത് നമ്മൾ 4, 5 അങ്ങനെ ചാപ്റ്റേഴ്സ് എന്ത് ചെയ്യും, നമ്മൾ അപ്ലോഡ് ചെയ്യും. നിങ്ങൾ അതിന് മുന്നേ ഈ കിട്ടുന്ന ചാപ്റ്റേഴ്സിനെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് അടുത്ത് വരുന്ന എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, പേടിയില്ലാതെ എക്സാമിന് ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനായിട്ട് കഴിയും. അല്ല എങ്കിൽ എല്ലാം കൂടെ ആവുമ്പോൾ നിങ്ങൾക്ക് ഒരു ടെൻഷനും അതിലൊരു സ്ട്രെസ്സും പിന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെ വരാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിക്കാം. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ എന്ത് ചെയ്യുക, പരിചയപ്പെടുത്തി കൊടുക്കുക. അതുപോലെ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങൾ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക, മെസ്സേജ് ചെയ്യുക, എന്ത് വേണോ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ എന്ത് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു പുതിയ ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.